ആധ്യാത്മിക വിഷയത്തിൽ ഈ പ്രപഞ്ചം കണ്ടിട്ടുള്ള ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് ശ്രീ നാരദ മഹർഷി. പ്രപഞ്ച സൃഷ്ടിയിലെ ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള ബ്രഹ്മാവ് സനകാദി മഹർഷികളെ സൃഷ്ടിച്ച ശേഷം ഉണ്ടായ ഭഗവാന്റെ അവതാരമാണ് നാരദമുനി. തൃതീയം ഋഷി സർഗം വൈ ദേവർഷിത്വമുപേത്യസ എന്നാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ വേദവ്യാസ മഹർഷി പറയുന്നത്. സ്വന്തം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് സൃഷ്ടി നടത്താൻ സമ്മതിക്കാത്ത നാരദമുനിയെ ബ്രഹ്മദേവൻ ശപിച്ച് ഗന്ധർവനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ആ ഗന്ധർവ ജന്മത്തിൽ ശ്രീ മഹാദേവനെ സമീപിച്ച് ലോക നന്മയ്ക്കു വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ശ്രീ മഹാദേവൻ അതിന് മറുപടി നൽകുകയും ചെയ്യുന്നു. അതാണ് ശ്രീ നാരദ പഞ്ചരാത്രം എന്ന മഹാഗ്രന്ഥത്തിൻ്റെ ഇതിവൃത്തം. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടുമുള്ള ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രഹസ്യമന്ത്രങ്ങളുടെ ഒരു നിധിശേഖരം തന്നെയാണ് നാരദ പഞ്ചരാത്രം. 5 ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഗർഗമഹാസംഹിതയിൽ ഒഴികെ വേറെങ്ങും കാണാത്ത ഗോപാല സഹസ്രനാമം, രാധാസഹസ്രനാമം എന്നിവ നാരദ പഞ്ചരാത്രത്തിൻ്റെ പ്രത്യേകതയാണ്. രാധാകൃഷ്ണ ഭക്തിയുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ്, താന്ത്രിക ഗ്രന്ഥമാണ് നാരദ പഞ്ചരാത്രം. അതിലെ രാധാദേവിയുടെ അതിദിവ്യമായ 37 നാമങ്ങൾ, അതിവിശിഷ്ടങ്ങളാണ്. ആ നാമമന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ. നാരദ പഞ്ചരാത്രം എന്ന ഗ്രന്ഥത്തിലെ ദ്വിതീയ രാത്രത്തിൽ 4-ാം അധ്യായത്തിലാണ് രാധാദേവിയുടെ അതിവിശിഷ്ടമായ ഈ നാമമന്ത്രങ്ങൾ വിശദീകരിക്കുന്നത്. നാരദ മഹർഷിക്ക് ശ്രീ മഹാദേവൻ ആദ്യം ധ്യാനം എങ്ങനെയാണ് എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു. ധ്യാനം ച ശ്രൂയതാം വത്സ സാമവേദോക്തമേവ ച ശ്രീകൃഷ്ണേന കൃതം പൂർവം സർവേഷാം അഭിവാഞ്ചിതം ശ്വേതചമ്പകവർണാഭാം ചന്ദ്രകോടിസമപ്രഭാം വിഭ്രതീം കബരീഭാരം മാലതീമാല്യഭൂഷിതാം വന്യശുദ്ധാം ശുഗാധാനാം രത്നഭൂഷണഭൂഷിതാം ഈഷദ്ധാസ്യ പ്രസന്നാസ്യാം ഭക്താനുഗ്രഹകാരികാം ബ്രഹ്മസ്വരൂപാം പരമാം കൃഷ്ണരാമാം മനോഹരാം കൃഷ്ണ പ്രാണാധികാം ദേവീം കൃഷ്ണവക്ഷസ്ഥലസ്ഥിതാം കൃഷ്ണസ്തുതാം കൃഷ്ണകാന്താം ശാന്താം സർവപ്രദാം സതീം നിർലിപ്താം നിർഗുണാം നിത്യാം സത്യാം ശുദ്ധാം സനാതനീം ഗോലോകവാസിനീം ഗോത്രീം വിധാത്രീം ധാതുരേവതാം വൃന്ദാം വൃന്ദാവനചരീം വൃന്ദാവനവിനോദിനീം തുളസ്യാധിഷ്ഠാതൃദേവീം ഗംഗാർച്ചിതപദാംബുജാം സർവസിദ്ധിപ്രദാം സിദ്ധാം സിദ്ധേശീം സിദ്ധയോഗിനീം സൂയജ്ഞയജ്ഞാധിഷ്ഠാത്രീം സുയജ്ഞായ മഹാത്മനേ വരദാത്രീം ച വരദാം സർവസമ്പത്പ്രദാം സദാം രത്നസിംഹാസനസ്ഥാം ച രത്നദർപ്പണധാരിണീം
ക്രീഡാപങ്കജഹസ്താഭ്യാം പരാം കൃഷ്ണപ്രിയാം ഭജേ. രാധാദേവിയുടെ ധ്യാനമാണ് ഇത്. കൃത്യമായിട്ടുള്ള അർത്ഥവിവരണമൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതവും കോമളവുമായ പദങ്ങൾ കൊണ്ടാണ് ശ്രീ മഹാദേവൻ നാരദ മഹർഷിക്ക് അല്ലയോ പുത്ര എന്ന സംബോധനയോടുകൂടി ഈ ധ്യാനമന്ത്രം ഉപദേശിക്കുന്നത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പുത്ര കേൾക്കൂ, ധ്യാനം സാമവേദം പറയുന്നതാണ്. ശ്രീകൃഷ്ണനാൽ ആദ്യമായി ഉപദേശിക്കപ്പെട്ടതും എല്ലാവർക്കും അഭീഷ്ടമായതുമായിട്ടുള്ള മന്ത്രമാണ് ഇത്. വെളുത്ത ചെമ്പകപ്പൂ നിറമുള്ള കോടി ചന്ദ്രപ്രഭയുള്ള മുല്ലമാലകൾ കൊണ്ട് വിഭൂഷിതമായിട്ടുള്ള ചിഗുരഭാരമുള്ള അഗ്നിശുദ്ധ വസ്ത്രധാരിയായിട്ടുള്ള രത്നാഭരണങ്ങളാൽ വിഭൂഷിതയായ പ്രസന്നവദനയായിട്ടുള്ള രാധാദേവിയെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. ഭക്താനുഗ്രഹപ്രിയയാണമ്മ, ബ്രഹ്മസ്വരൂപയാണ്, മനോഹാരിണിയാണ്, കൃഷ്ണൻ്റെ പ്രിയയാണ്. കൃഷ്ണൻ്റെ വക്ഷസ്ഥാനത്ത് അതായത് മാർലത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. പ്രാണപ്രിയയാണ്, കൃഷ്ണനാൽ സ്തുതിക്കപ്പെടുന്നവളാണ്. കൃഷ്ണകാന്തയാണ്, ശാന്തയാണ്, ഗോലോകവാസിനിയാണ്, ഗോപികയാണ്, ബ്രഹ്മവിധാത്രിയാണ്, എല്ലാവർക്കും വന്ദനീയയാണ്, വൃന്ദാവനത്തിൽ വിനോദിക്കുന്നവളാണ്. തുളസീദേവിയുടെ ആരാധ്യയായിട്ടുള്ള ദേവിയാണ്. ഗംഗാദേവിയാൽ അർച്ചന ചെയ്യപ്പെട്ടിട്ടുള്ള പാദാംബുജങ്ങളോടുകൂടിയവളാണ്. സർവസിദ്ധിപ്രദയാണ്, സിദ്ധയാണ്, സിദ്ധേശ്വരിയാണ്, സിദ്ധയോഗിനിയാണ്. യജ്ഞങ്ങൾക്കെല്ലാം ആധാരമായിട്ടുള്ള യജ്ഞമഹാത്മാവിന് വരം നൽകുന്ന, സജ്ജനങ്ങൾക്ക് സമസ്ത സമ്പത്തും പ്രദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഗോപകുമാരിമാരാൽ വ്യഞ്ചാമരം വീശപ്പെടുന്ന രത്നസിംഹാസനത്തിലിരിക്കുന്ന രക്തനിറത്തിലുള്ള കണ്ണാടി ഏന്തിയിട്ടുള്ള കൃഷ്ണപ്രിയ എന്ന രാധാദേവിയെ ആണ് ഞാൻ ഭജിക്കുന്നത്. ഇപ്രകാരമാണ് ഈ ധ്യാനമന്ത്രങ്ങളുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഇനി അതിവിശിഷ്ടമായ നാമങ്ങൾ നോക്കാം. രാധാ രാസേശ്വരീ രമ്യ രാമാച പരമാത്മന രാസോദ്ഭവ കൃഷ്ണകാന്ത കൃഷ്ണവക്ഷസ്ഥലസ്ഥിത കൃഷ്ണപ്രാണാധിദേവീ ച മഹാവിഷ്ണോ പ്രസൂരവി സർവാധ്യാ വിഷ്ണുമായ ച സത്യാ നിത്യാ സനാതനീ ബ്രഹ്മസ്വരൂപാ പരമാ നിർലിപ്താ നിർഗുണാ പരാ വൃന്ദാവനേ സാ ച വിരജാതടവാസിനി ഗോലോകവാസിനി ഗോപീ ഗോപീശ ഗോപമാതൃകാ സാനന്ദ പരമാനന്ദ നന്ദ നന്ദനഗാമിനി വൃഷഭാനുസുതാ ശാന്ത കാന്ത പൂർണ്ണതമാ ച സാ കാമ്യ കലാവതി കന്യാ തീർത്ഥപൂതാ സതീ ശുഭാ സപ്തത്രിംശച്ച നാമാനി വേദോക്താനി ശുഭാനി ച. രാധ രാസേശ്വരി പരമാത്മാവിൻ്റെ പ്രിയപത്നി, രാമ രമ്യ രാസോത്ഭവ കൃഷ്ണകാന്ത കൃഷ്ണവക്ഷസ്ഥലസ്ഥിത ശ്രീകൃഷ്ണൻ്റെ മാർലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. കൃഷ്ണപ്രാണാധിദേവി മഹാവിഷ്ണുപ്രസൂ സർവാദ്യ വിഷ്ണുമായ സത്യ നിത്യ സനാതനി ബ്രഹ്മസ്വരൂപ പരമ നിർലിപ്ത നിർഗുണപര വൃന്ദാവനത്തിലെ വൃന്ദ വിരജാതടവാസിനി ഗോലോക നന്ദകാമിനി വൃഷഭാനുസുത ശാന്ത കാന്ത പൂർണ്ണതമ കാമ്യ കലാവതി കന്യാതീർത്ഥ പൂത സതി ശുഭ. ഇപ്രകാരമുള്ള 37 നാമങ്ങളും വേദോക്തങ്ങളും
ശുഭകാരികളുമാണ്. ഇതാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം. നാമമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇത്. ഇനിയുള്ള 6 ശ്ലോകങ്ങളിൽ ഈ നാമമന്ത്രങ്ങൾ കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതുകൂടി പറഞ്ഞു തരാം. സാരഭൂതാനി പുണ്യാനി സർവനാമസു നാരദ യപ്പഠേ സംയതശുദ്ധോ വിഷ്ണുഭക്തോ ജിതേന്ദ്രിയ ഇഹൈവ നിശ്ചലാം ലക്ഷ്മീം ലബ്ധ്വായാതി ഹരേ പദം ഹരിഭക്തിം ഹരേർദാസ്യം ലഭതേനാത്ര സംശയ ഭക്തോ ലക്ഷജപേനൈവ സ്തോത്രസിദ്ധോ ഭവേദ് ധ്രുവം സിദ്ധ സ്തോത്രോ യദി ഭവേത് സർവസിദ്ധേശ്വരോ ഭവേത്. വഹ്നിസ്തംഭം ജലസ്തംഭം മനസ്തംഭം ഹൃദിസ്തഥാ മനോയായിത്വമിഷ്ടം ച ലഭതേനാത്ര സംശയ സ്തോത്രസ്മരണമാത്രേണ ജീവൻ മുക്തോ ഭവേന്നര പദേ പദേ അശ്വമേധസ്യ ലഭതേ നിശ്ചിതം ഫലം കോടിജന്മാർജിതാത് പാപാത് ബ്രഹ്മഹത്യാശതാദപി സ്തോത്രസ്മരണമാത്രേണ മുച്യതേനാത്ര സംശയ. ഭഗവാൻ മഹാദേവൻ പറയുന്നു, നാരദ, എല്ലാ നാമങ്ങളിലും വച്ച് ഈ പറഞ്ഞിട്ടുള്ള നാമങ്ങൾ സാമഭൂതമാണ്, പുണ്യം നിറഞ്ഞതാണ്. നിയന്ത്രിതനും ശുദ്ധനും ജിതേന്ദ്രിയനുമായിട്ട് വിഷ്ണുഭക്തിയോടുകൂടി ഈ നാമങ്ങളെ സ്തുതിക്കുന്നയാൾ ഈ ലോകത്തിൽ തന്നെ ഐശ്വര്യം നേടി ഹരിയുടെ സ്ഥാനവും വിഷ്ണുഭക്തിയും സ്വയം വിഷ്ണുവിനെ തന്നെയും നേടിയെടുക്കുന്നതാണ്. ഇതിന് ഒരു സംശയവുമില്ല. ഇതിൻ്റെ സ്മരണ മാത്രം കൊണ്ട് തന്നെ മനുഷ്യൻ ജീവൻ മുക്തനായിത്തീരും. കോടി ജന്മങ്ങളായിട്ട് ആർജിച്ച പാപങ്ങളിൽ നിന്നും, നൂറുകണക്കിനുള്ള ബ്രഹ്മഹത്യാ പാപങ്ങളിൽ നിന്നുമെല്ലാം ഈ സ്തോത്രത്തിൻ്റെ സ്മരണ കൊണ്ട് തന്നെ മോചനം പ്രാപിക്കുന്നതാണ്. നാരദ മഹർഷിക്ക് ശ്രീ മഹാദേവൻ നൽകുന്ന രാധാദേവിയുടെ ഈ നാമമന്ത്രങ്ങൾ എന്നും എപ്പോഴും ഓർക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും നൽകും എന്ന് ശ്രീ മഹാദേവൻ തന്നെ അരുളി ചെയ്തിട്ടുള്ളതാണ്. ശ്രീ രാധാകൃഷ്ണ ധ്യാനത്തോടൊപ്പം ഈ നാമങ്ങളും ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരെയും രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.